ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ക്ലാസ്സായ 7ാമത്തെ ക്ലാസ്സുമായിട്ടാണ്. ഇതിൽ നമ്മൾ 25ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ പറയുന്നുണ്ട്. മാക്സിമം നിങ്ങൾ 1ാമത്തെ ക്ലാസ് മുതൽ കാണാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും ഈ വരുന്ന PSCയിൽ നമുക്കൊരു റാങ്കായിട്ട് നമുക്ക് നേടുവാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ഏത് വിഷയത്തിൽ പെടുന്നു? ഏത് വിഷയത്തിലാണ്? കൺകറൻറ്റ് ലിസ്റ്റ്. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ഏത് വിഷയത്തിൽ പെടുന്നു? കൺകറൻറ്റ് ലിസ്റ്റ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഒരു കൺകറൻറ്റ് ലിസ്റ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറേ വിഷയങ്ങൾ ഉൾപ്പെടുന്നതായിട്ട്. ഏതൊക്കെയാണ്? ദത്തെടുക്കൽ, പിന്നെന്താണ്? വനം, ട്രേഡ് യൂണിയൻ, തൊഴിലാളി സംഘടന. ഇപ്പം നമ്മൾ ഒന്നുകൂടി പഠിച്ചു. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? ദത്തെടുക്കൽ, വനം, ട്രേഡ് യൂണിയനുകൾ, തൊഴിലാളി സംഘടന, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കുറച്ച് ദിവസമേ ഉള്ളൂ നമുക്ക് എക്സാമിന്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കണക്ട് ചെയ്ത് തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അപ്പം കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? ദത്തെടുക്കൽ, വനം, തൊഴിലാളി സംഘടന, ട്രേഡ് യൂണിയനുകൾ, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. ഏത് വിഷയത്തിലാണ്? കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അടുത്ത് ABCD ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ D മറ്റു 3 പേരോടായി ചോദിച്ചു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A ആൻസർ പറഞ്ഞു. എന്താണ്? രാജീവ് കുമാർ. B ആൻസർ പറഞ്ഞു. ഗ്യാനേഷ് കുമാർ. C എന്തു പറഞ്ഞു? DY ചന്ദ്രചൂഡ്. എന്നിങ്ങനെ 3 പേരും പറഞ്ഞു അല്ലേ. ഇവർ മൂവരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു. D പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരി? ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എന്താണ്? ഗ്യാനേഷ് കുമാറാണ് ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ ആര് പറഞ്ഞ ആൻസറാണ് ശരി? B പറഞ്ഞതാണ് ശരി. അപ്പോൾ ഇതേപോലത്തെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാക്സിമം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലിസ്റ്റിൽ വരുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ്? ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ ഏതൊക്കെയാണെന്ന്. ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗം ആകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടിവരുന്ന ആവശ്യകതകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. അടുത്തതാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഏതൊക്കെയാണ്? ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുംഗൻ കമ്മിറ്റി. ഏതൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുംഗൻ കമ്മിറ്റി. ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മീഷൻസൊക്കെ ഏതൊക്കെയാണ്? ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുംഗൻ കമ്മിറ്റി. നമ്മൾ ഇതിലൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. എന്ത് ക്വസ്റ്റ്യനാണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? PK തുംഗൻ കമ്മിറ്റിയാണ്. എന്താണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? PK തുംഗൻ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യനാണ്. അടുത്തതാണ് 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെ? 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെ? അപ്പോൾ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നാണ്? 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു. തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു. നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു. തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു. നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. എന്തൊക്കെയാണ്? 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്?
നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. നമ്മൾ പഠിച്ചോണേ മാക്സിമം ഈ ക്വസ്റ്റ്യൻസ്. അടുത്ത്, രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടു? വയോശ്രീ എന്ന് കേൾക്കുമ്പോൾ എന്താണ്? വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ചുള്ള പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ വയോജനങ്ങൾക്ക് വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണം നൽകുന്ന സംബന്ധിച്ചുള്ള പദ്ധതിയാണ് വയോശ്രീ യോജന പദ്ധതി, അതായത് രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. ഇനി അടുത്തതാണ്, മനുഷ്യ ശരീരത്തിൽ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിൽ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? സൈനോ ഏട്രിയൽ നോഡ്, അതായത് SA നോഡ്. ഈ സൈനോയുടെ എസും ഏട്രിയത്തിൻ്റെ എ, അതായത് SA നോഡ്. അതാണ് മനുഷ്യ ശരീരത്തിൽ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ഏതാണ്? സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡ് ഏതാണ്? SA നോഡ് എന്നറിയപ്പെടുന്നു. അടുത്ത, സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. മനുഷ്യ ശരീരത്തിൽ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? സൈനോ ഏട്രിയൽ നോഡാണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. ഇനി അടുത്തതാണ്, പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ അതായത് മൈക്രോ ഓർഗാനിസം ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വിഘടനം. എന്താണ്? പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? വിഘടനം, അതായത് ഡീകമ്പോസിഷൻ. എന്താണ്? പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിപ്പിച്ച് പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? വിഘടനം. അടുത്ത, ഡോട്ട്സ് എന്ന് വെച്ചാൽ ഫുൾ നെയിം പഠിക്കണേ. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. എന്നാൽ ഡോട്ട്സിൻ്റെ ഫുൾ ഫോം എന്താണ്? അതായത് എന്താണ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. ഡോട്ട്സിൻ്റെ ഫുൾ ഫോം എന്താണ്? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്. എന്നാൽ ചികിത്സാരീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയരോഗം, അതായത് ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ TB എന്ന് പറയുന്നതാണ്. ഡോട്ട്സ് എന്ന ചികിത്സാരീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയരോഗം. മറക്കല്ല്, ഡോട്ട്സ് ഏതാണ്? ക്ഷയരോഗം. അടുത്ത, കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി. 30 വയസ്സിന് മുകളിലുള്ളവർ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി. അടുത്ത്, ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? HIV വൈറസ്. എന്നാണ് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? HIV. അടുത്ത ക്വസ്റ്റ്യനാണ്, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടും എതിർദിശയിലേക്കായിരിക്കും. എന്താണ്? പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? രണ്ടും ഏത് ദിശയിലായിരിക്കും? എതിർദിശയിലായിരിക്കും. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? രണ്ടും എതിർദിശയിലായിരിക്കും. ഇനി അടുത്തതാണ്,
അടുത്ത ക്വസ്റ്റ്യനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും അല്ലേ? പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടും. അടുത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള, അതായത് പിണ്ഡം എന്ന് വെച്ചാൽ മാസ്സാണ്, 10 കിലോഗ്രാം മാസ്സുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? അതായത് ഇതിൽ ജി തന്നിട്ടുണ്ട്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം മാസ്സുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണ്? അതിൽ ജി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഭാരം എത്രയാണ്? 100 ന്യൂട്ടനാണ്. അല്ലെങ്കിൽ 100 എൻ എന്നും പറയാം, അല്ലെങ്കിൽ 100 ന്യൂട്ടൺ എന്നും പറയാം. ഓക്കെ. അടുത്ത 2025 ജോൺ ക്ലാർക്ക് മൈക്കിൾ ഡോവർട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? നൊബേൽ സമ്മാനമായ ഭൗതിക ശാസ്ത്രത്തിലാണ്. എന്താണ്? 2025 ജോൺ ക്ലാർക്ക്, മൈക്കിൾ ഡോവർട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? നൊബേൽ സമ്മാനം. ഏതിനാണ്? ഭൗതിക ശാസ്ത്രത്തിലാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. ജോ കാരണം ഒരു കോളുണ്ടല്ലോ, അതൊക്കെ എന്താണ്? 2025 ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ജോ. 2025 ജോൺ ക്ലാർക്ക്, മൈക്കിൾ ഡോവേർട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? നൊബേൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ട്രിഷ്യം. എന്താണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ട്രിഷ്യം എന്ന് പറയുന്നതാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ട്രിഷ്യം. അടുത്തത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. നോക്കി വെച്ചോണേ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ബോയിൽ നിയമം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ബോയിൽ നിയമം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ബോയിൽ നിയമം. ഓക്കെ. ഇനി അടുത്തത് pH മൂല്യം 7 കുറവായ ലവണലായനി ഏതാണ്? NH4Cl. ഇതാണ് pH മൂല്യം 7 കുറവായ ലവണലായനി ഏതാണ്? NH4Cl. എന്താണ്? pH മൂല്യം 7 കുറവായ ലവണലായനി ഏതാണ്? NH4Cl. pH മൂല്യം 7 കുറവായ ലവണലായനി 7 കുറവായത് ലവണലായനി ഏതാണ്? NH4Cl ആണ്. pH മൂല്യം 7 കുറവായ ലവണലായനി ഏതാണ്? NH4Cl ആണ്. അടുത്ത ക്വസ്റ്റ്യനാണ് 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. എന്താണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കാണ്. അടുത്ത ക്വസ്റ്റ്യനാണ് വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നത് ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? പൂന്താനം നമ്പൂതിരി. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നത് ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? പൂന്താനം നമ്പൂതിരി.
വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നത് ചിലർ. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? പൂന്താനം നമ്പൂതിരി. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ താരമാരാണ്? എൽദോസ് പോൾ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? എൽദോസ് പോൾ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? എൽദോസ് പോൾ. അടുത്തത്, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എന്താണ്? ചിറയ്ക്കൽ, കണ്ണൂരാണ് അല്ലേ. നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്, നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ ഏതാണ് പറയൂ, ശ്രീ OS ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീ OS ഉണ്ണികൃഷ്ണൻ. സ്ഥാപിതമായ വർഷം ഏതാണ്? 1995 ജൂൺ 28 കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? അപ്പോൾ ആസ്ഥാനം എവിടെയാണ്? ചിറയ്ക്കൽ, കണ്ണൂരാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരിൽ, ചിറയ്ക്കലാണല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പോൾ നിലവിലെ ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ് നിലവിലെ ചെയർമാൻ. അത് സ്ഥാപിതമായതെന്നാണ്? ഇതെല്ലാം മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സ്ഥാപിതമായതെന്നാണ്? 1995 ജൂൺ 28. അതാണ് പറയുന്നത്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിലും ഇതുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ പോയിൻറ്സും മാലയിൽ മുത്ത് നമ്മൾ കോർക്കില്ല, ഓരോ മുത്തായിട്ട് കണക്ട് ചെയ്യൂല. അതേപോലെ നമ്മൾ ഓരോ പോയിൻറ്റ്സ് നമ്മൾ കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ചിറയ്ക്കലാണ്, കണ്ണൂരാണ്. നിലവിലെ ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. സ്ഥാപിതമായതെന്നാണ്? 1995 ജൂൺ 28. മറക്കല്ലേ. ഇനി അടുത്തതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തപ്പ് കൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവി തുള്ളി കോലം തുള്ളലിലേക്ക് കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ് ഈ വരികൾ? ഇതിൽ പ്രത്യേകം ഒരു പോയിൻറ്റ്സ് ഉണ്ട്. ഏത് പോയിൻറ്റ്സാണ്? ഈ തപ്പുകൊട്ടി, തപ്പുകൊട്ടി. അത് ഞാൻ ഇവിടെ വരച്ചിട്ടില്ല, വരയ്ക്കാമേ. ഇതിൽ സ്പെഷ്യൽ ഒരു നമുക്ക് പെട്ടെന്ന് ഈ വരി കണ്ടിട്ട് നമ്മൾ ഈ വിവരണം കണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിൻറ്റ്സ് ഉണ്ട്. തപ്പ് നമ്മൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പടയണി. തപ്പ് എന്താണ്? പടയണി. നമ്മൾ വേറെ ദേവദാസി സമ്പ്രദായത്തെ പറ്റി ഒരു നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഒരു പോയിന്റ്സ് വരുന്നതാണ് ദേവദാസി സമ്പ്രദായം. അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? മോഹിനിയാട്ടം. മറക്കല്ലേ. അപ്പോൾ ഓരോ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. ഇതിൽ തപ്പ് കൊട്ടിയെന്ന്, പിന്നെ കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? പടയണിയുമായിട്ട് ബന്ധപ്പെട്ട കലാരൂപങ്ങളാണ്. എന്താണ്? തപ്പ് കൊട്ടി മേളമൊരുക്കി വടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവി തുള്ളി കോലം തുള്ളലിലേക്ക് കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരണങ്ങൾ? പടയണി. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ഏതാണ്? തപ്പ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? പടയണി. അല്ലെങ്കിൽ കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഇതെല്ലാം ഏതുമായി ബന്ധപ്പെട്ടതാണ്? പടയണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. തപ്പ്, പടയണി. അപ്പോൾ ദേവദാസി, നമ്മൾ ഇതിന് മുന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചു. ദേവദാസി സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? മോഹിനിയാട്ടം. മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് തപ്പ്. ഇതിപ്പോൾ തപ്പ്, പടയണി. അല്ലെങ്കിൽ കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ ഏതാണ്? പടയണി. അല്ലെങ്കിൽ ദേവദാസി സമ്പ്രദായം ഏതാണ്? മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, മലയാളത്തിലെ പ്രശസ്തരായ ആട്ടക്കഥാകൃത്തുക്കളും അവരുടെ ആട്ടക്കഥകളും പഠിക്കാം. കോട്ടയത്ത് തമ്പുരാൻ ആരാണ്? ഏത് ആട്ടക്കഥയാണ്? കല്യാണ സൗഗന്ധികം.
കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം. ഉണ്ണായി വാര്യർ എന്താണ്? നളചരിതം. അടുത്ത് ഇരയിമ്മൻ തമ്പി ഏതാണ്? കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം. ഏതൊക്കെയാണ്? കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ ഏതാണ്? നളചരിതം, ഇരയിമ്മൻ തമ്പി ഏതാണ്? കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം. അടുത്ത അശ്വതി തിരുനാൾ, രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അംബരീക്ഷ ചരിതം, പൗന്ത്രക വധം. എന്താണ്? കോട്ടയത്ത് തമ്പുരാൻ ഏതാണ്? കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ ഏതാണ്? നളചരിതം. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതാണ് പറയുന്നത്. ഇരയിമ്മൻ തമ്പി ഏതൊക്കെയാണ്? കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം. അശ്വതി തിരുനാൾ, രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അംബരീക്ഷ ചരിതം, എന്താണ്? പൗന്ത്രക വധം. ഇതൊക്കെയാണ് അശ്വതി തിരുനാൾ ഏതൊക്കെയാണ്? രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അംബരീക്ഷ ചരിതം, പൗന്ത്രക വധം. എന്തൊക്കെയാണ്? കോട്ടയത്ത് തമ്പുരാൻ കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ നളചരിതം, ഇരയിമ്മൻ തമ്പി ഏതൊക്കെയാണ്? കീചകവധം, ഉത്തരാ സ്വയംവരം, ദക്ഷയാഗം. അശ്വതി തിരുനാൾ ഏതൊക്കെയാണ്? രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, അംബരീക്ഷ ചരിതം, പൗന്ത്രകവധം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 25ഓളം ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്, ഞാൻ അതിന് റിപ്ലൈ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. അപ്പം അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക് യു.